ഇന്ത്യയിലെ ഒട്ടുമിക്ക മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളും ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടതിൽ അവരുടേതായ പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടുണ്ട്. തീർച്ചയായും ബാബറി മസ്ജിദ് തകർക്കപ്പെടരുതായിരുന്നു എന്ന് ഉറക്കെ പറഞ്ഞവരാണ് ഈ നാട്ടിലെ ഒട്ടുമിക്ക മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളും. എന്നാൽ മുസ്ലിം ലീഗിൻ്റെ ഒരു പ്രതിനിധി പാണക്കാട് സാദിഖ് അലി തങ്ങൾ ഇദ്ദേഹത്തിൻ്റെ പ്രസ്താവന ബാബറി മസ്ജിദ് തകർക്കപ്പെട്ട സാഹചര്യത്തിൽ പഴിചാരുന്ന, അതോടൊപ്പം തന്നെ തുർക്കിയിലൊരു ക്രിസ്ത്യൻ പള്ളി ഫാദിയ സോഫിയ എന്ന ക്രിസ്ത്യൻ പള്ളി തകർക്കപ്പെട്ട് അതൊരു മുസ്ലിം പള്ളിയാക്കി മാറ്റിയപ്പോൾ അതിനെ അനുമോദിക്കുകയും അതിനെ സ്വാഗതം ചെയ്യുകയും ചെയ്ത പാണക്കാട് സാദിഖ് അലി തങ്ങളെ പോലെയുള്ളവർ മുന്നോട്ട് നയിക്കുന്ന ആശയം എന്താണ്? മുസ്ലിം ലീഗിൻ്റെ ആ ഒരു പ്രതിനിധി ആയിരിക്കില്ല, മുസ്ലിം ആയിരിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പാർട്ടിയുടെ തന്നെ. മുസ്ലിം ലീഗിൻ്റെ ആൾ ആരാന്ന് പറയാൻ പറ്റുമോ? സാദിഖ് അലി തങ്ങൾ അങ്ങനെ പറയുകയാണെങ്കിൽ ഈ പാർട്ടിയിൽ ഞാൻ പോവാണ്, ഇപ്പം രാജിവെക്കുകയാണ് പാർട്ടിയിൽ, അങ്ങനെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ